ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം യു എയിൽ വരുന്നവർ ഇപ്പോൾ ഒരു ജോബ് നോക്കാൻ വേണ്ടി വരുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആയിരിക്കും. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ അധികം ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് കേട്ടോ. അതിലിപ്പം മെയിനായിട്ട് പറയാനുള്ളത്, ഇപ്പം നോർമലി ഒരു യു എയിലോട്ട് വരുന്നവരാണെങ്കിൽ ഇപ്പോൾ എത്ര എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മളിപ്പം പറയുന്നത് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി, എന്നിട്ട് അവിടെ സെറ്റിലായിട്ട് വേറൊരു ജോബ് നോക്കാം, നമുക്ക് ഇഷ്ടമുള്ള ജോബ് നോക്കാമെന്നൊക്കെ. പക്ഷെ അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പണ്ടത്തെ പോലെയല്ല, ഒത്തിരി ചേഞ്ചസ് ആയി. ഇപ്പോൾ യു എയിലാണെങ്കിൽ പോലും നമുക്ക് ജോബ് കിട്ടാനൊന്നും അത്ര വലിയ റിസ്ക് ഒന്നും, നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്ന അത്രത്തോളം നമുക്ക് ബെറ്ററാണ്. ഇപ്പോൾ ജോബ് ഓരോ ആൾക്കാർ പറയുന്നതൊക്കെ ജോബ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെയുള്ളത്. പക്ഷേ നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം അറിവുണ്ട് മീൻസ് ജോബ് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, നമ്മൾ മാക്സിമം നമ്മൾ തന്നെ ട്രൈ ചെയ്യാം. അല്ലാതെ നമ്മളിപ്പം ഒരു 10 ജോബിന് അപ്ലൈ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ജോബ് കിട്ടിയിട്ടില്ല, ഇനി എന്ത് ചെയ്യും മീൻസ് കുറേ പേരുണ്ട്, റെക്കമെൻഡേഷനിൽ പോകുന്നവർ കുറേ പേരുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നോർമലി നമ്മളിപ്പം ഒരു ജോബ് ട്രൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ജോബ് മാത്രമല്ല, വേറെ ഒരുപാട് കമ്പനീസുകളുണ്ട്. ഇപ്പോൾ കുറേ പേര് പറയുന്നതാണ് എവിടെയെങ്കിലും ജോബിന് റെഡിയാക്കി തരുമോ, എന്ത് ഇപ്പം TTC പഠിച്ചവർ, എൻജിനീയറിങ് പഠിച്ചവർ, അങ്ങനെ ഒരുപാട് ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അങ്ങനെയൊക്കെ പഠിച്ചവരാണെങ്കിൽ പോലും അവർക്ക് എന്തെങ്കിലും ഒരു ജോബ് മതി, എന്ത് ജോബാണെങ്കിലും അവർ ചെയ്തോളാം. നമ്മൾ ഓരോ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും. എന്നാൽ പോലും എനിക്ക് നിങ്ങളോടെങ്കിലും പറയാനുള്ളൊരു കാര്യമാണ്, നമുക്ക് ഇഷ്ടമുള്ള എന്ത് ജോബാണ് അത് മാത്രം ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ നോർമലി എല്ലാവരോടും പറയുന്നത്, അതിപ്പോൾ എത്ര വെയിറ്റ്, ഇപ്പം കുറച്ച് മാസങ്ങൾ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ പോലും നമുക്ക് ഇഷ്ടമുള്ള ജോബ് ആകുമ്പോൾ നമുക്ക് തൃപ്തിയോടെ ചെയ്യാൻ പറ്റും. നമുക്ക് നോർമലി ഒരു യു എയിൽ വന്നിട്ട് ഇവിടെ ഒരു ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇതായിരിക്കും, എന്താ പറയുക, ഇഷ്ടമല്ലാത്തൊരു ജോലി ചെയ്യുന്നു, നമ്മൾ പഠിച്ചത് വേറെ, അപ്പോൾ നമുക്കതൊരു അൺകംഫർട്ടബിൾ ഫീലിംഗ്. എന്നാൽ പോലും നമ്മൾ ജോബ് ചെയ്യട്ടോ, ഓരോ സിറ്റുവേഷൻ കൊണ്ട് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. നമ്മളിപ്പം അതിൽ നിന്ന് ഒരു പ്രൊമോഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇഷ്ടമല്ലാത്തൊരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിൽ എത്രത്തോളം അതൊരു ബാഡായിട്ട് വരും, നമ്മൾ അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കുറവായിരിക്കും. പക്ഷേ നമ്മൾ ഇഷ്ടമുള്ളൊരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് ഒരുപാട് അറിവ് കിട്ടും അതിൽ നിന്ന് തന്നെ. ഇപ്പോൾ ഞാനിപ്പോൾ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യും, പക്ഷേ അക്കൗണ്ട്സ് പരമായിട്ടാണെങ്കിലും മീൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. അക്കൗണ്ട്സ് തന്നെ പല പല കാര്യങ്ങൾ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെ നമുക്കൊരു അറിവാണ് കിട്ടുന്നത്. നമ്മൾ നെക്സ്റ്റ് ഇപ്പോൾ ഓരോ കമ്പനിയിൽ പല ടൈപ്സ് ആയിരിക്കും ഓരോ വർക്ക് വരുന്നത്. ഇപ്പം ഒരു എൻജിനീയറിങ് ആയിക്കോട്ടെ, അക്കൗണ്ട്സ് പല ഫീൽഡ് ആയിക്കോട്ടെ, പക്ഷേ നമുക്ക് ഓരോരോ വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോരോ ഇത് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പുതിയ അപ്ഡേഷൻ വരും, നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാം. അങ്ങനെ പല കാര്യങ്ങൾ. ഇപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ സോഫ്റ്റ്വെയർ നമുക്ക് പഠിക്കാൻ പറ്റും, വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് അറിവും അതോടെ കിട്ടും. നമുക്കിപ്പോൾ ഒരു നല്ലൊരു ജോബൊക്കെ ആണെങ്കിൽ പോലും നമുക്കൊരു ഇൻ്റർവ്യൂ ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കോൺഫിഡൻസിൽ നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്കിതൊക്കെ അറിയാം, അതൊക്കെ ചെയ്യാൻ പറ്റും. അത് ഇപ്പം നമ്മളൊരു ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, നമുക്ക് അത് ഇപ്പം ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് പോകുകയാണെങ്കിൽ പോലും ഇവിടെ കൊണ്ട് പറ്റും നമുക്ക്. കാരണം കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുള്ളൊരു ഇഷ്ടമുണ്ടല്ലോ, അതുണ്ടെങ്കിൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞു എന്നാണ്. മീൻസ് ഞാൻ അങ്ങനെ പറയുന്നില്ല, നമ്മൾ നോർമലി നമ്മളിപ്പോൾ ഓരോരോ സ്ഥലത്ത് ഓരോരോ കമ്പനീസ് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്പനികളിലൊക്കെ വേറെ വേറെ കാര്യങ്ങളായിരിക്കും. ഇപ്പം അതിൻ്റെ സോഫ്റ്റ്വെയർ ഡിഫറെൻ്റ് ആയിരിക്കും, അവിടെ ചെയ്യുന്ന എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും പല കാര്യങ്ങളും. ഇപ്പം ഞാനിപ്പോൾ ഒരു അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നത്, ഞാൻ 3ാമത്തെ കമ്പനി ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ 3ാമത്തെ കമ്പനിയിൽ 3 കമ്പനിയാണെങ്കിലും ഡിഫറെൻറ്റ്, 2 കമ്പനി സെയിം ഫീൽഡായിരുന്നു, മീൻസ് സെയിം ആയിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കമ്പനി ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്ത ടൈമും. അത് കഴിഞ്ഞ് സെക്കൻഡ് കമ്പനി കയറുമ്പോൾ ഞാൻ ടോട്ടലി എന്താ പറയുക, നമുക്കൊരു റെസ്റ്റ് ഒന്നും അറിയില്ലേ. ഇപ്പോൾ നമ്മൾ ജോബിനാണെങ്കിൽ നമുക്കൊരു ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ആദ്യത്തെ ഒരു കുറേ കഷ്ടപ്പാടിനേക്കാൾ ഒരുപാട് എന്താ പറയുക ഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ചെയ്യുന്ന കമ്പനി ഇപ്പോൾ റീസെൻ്റ്ലി ജോയിൻ ചെയ്തതാണ്, ഇപ്പോൾ 1-2 months ആയിട്ടുള്ളൂ. എന്നാൽ പോലും ഓക്കെ ആണ് നമുക്കത്. കാരണം നമ്മളിപ്പം ചെയ്യുന്ന വർക്കിൽ കുറച്ച് ഹാർഡാണെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തതാണ്. അപ്പം നമുക്കത് എന്താ പറയുക മൂവ് ഓൺ ചെയ്ത് പോകാൻ പറ്റും. ഇപ്പം പുതിയൊരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ കുറച്ച് റിസ്ക് ആണെങ്കിൽ പോലും നമ്മൾ പിന്നീട് അത് ലെവലാക്കിയിട്ട് അതിനൊരു ഫ്ലോ ഉണ്ട്, നമ്മളത് കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്യും എന്തെങ്കിലും ജോലി ചെയ്യാൻ മതി. ഇപ്പം TTC കഴിഞ്ഞവർ, ഇപ്പോൾ എഞ്ചിനീയറിങ് കഴിഞ്ഞവർ, അങ്ങനെ പല ഫീൽഡ് കഴിഞ്ഞവരാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ജോലി മാക്സിമം ചൂസ് ചെയ്യാം. കാരണം നമ്മളിവിടെ വന്നിട്ട് വെറുതെ വേറൊരു ഫീൽഡ് എടുത്ത് കഷ്ടപ്പെടുന്നതിനേക്കാൾ ബെറ്റർ നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡിനെ ചെയ്യുമ്പം അതിന് ഒരു നല്ല റിസൾട്ടും കൂടി ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ
പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. കാരണം നമുക്ക് അറിയുന്നതാണ്, നമ്മൾ പഠിച്ച കാര്യമാണ്, നമുക്കത് ഫ്യൂച്ചറിൽ നമുക്കത് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളായിരിക്കും. പിന്നെ നോർമലി ഇപ്പോൾ ഉള്ളൊരു ക്ലൈമറ്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജോബ് നോക്കാൻ വേണ്ടി വരുന്നവരാണെങ്കിലും നല്ല ചൂടാണെങ്കിൽ ഇവിടെ ഒത്തിരി വേക്കൻസീസൊക്കെ അവൈലബിൾ ആണ്. കാരണം പഴയതിനേക്കാൾ കുറച്ച് ഇപ്പോൾ ഒരു ബാക്ക് ടു 4 മന്ത്, ഇപ്പോൾ ഒരു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആ ഒരു മന്ത്സിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലാണ്. ഞാൻ അധികം ഓപ്പർച്യൂണിറ്റീസൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ കാണുമ്പം എന്തെങ്കിലും വേക്കൻസി ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാറുണ്ട് ഫ്രണ്ട്സിനൊക്കെ. അപ്പം നോർമലി അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ നല്ല ചൂടായതുകൊണ്ട് തന്നെ കുറേ പേര് എന്താ പറയുക ഭയങ്കര ബാഡാണ്. കാരണം നമ്മളിപ്പോൾ ഞാനാണെങ്കിൽ പോലും പുറത്തിറങ്ങേണ്ട കാര്യം ആലോചിക്കുമ്പോൾ അയ്യോ നല്ല ചൂടാണല്ലോ എന്ന്. അപ്പം മീൻസ് ഓഫീസിൽ പോകണമെങ്കിൽ പോലും നമുക്കൊരു മടിയാണ്. അപ്പം ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എന്തായാലും നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഔട്ട് സൈഡായിരിക്കും. കാരണം നമ്മൾ ട്രാവലിങ്, ബോഡി കാരണം ടോട്ടലി ടയേർഡാകും, നമുക്കൊരു മടുപ്പ്, ജോബ് നോക്കണം എന്നിട്ട് പോകാമെന്നൊക്കെ വരും. ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നു ഈ ഒരു സെപ്റ്റംബർ മന്ത്, ഒക്ടോബർ മന്തൊക്കെ വന്നിട്ട് ജോബ് നോക്കുന്നതായിരിക്കും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എപ്പോഴും മാക്സിമം നമുക്ക് എന്താണ് ഇഷ്ടം ആ ഒരു ഫീൽഡ് തന്നെ നോക്കുക. ഞാൻ ആദ്യം കഴിഞ്ഞ വർഷം തോന്നും ഫസ്റ്റത്തെ കമ്പനിയിൽ നിന്ന് ഫസ്റ്റത്തെ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത്, റിസൈൻ ചെയ്ത സമയത്ത് എനിക്ക് ഒത്തിരി വേറെ ഓപ്പർച്യൂണിറ്റീസ് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് വേറെ ഫീൽഡ്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിയത് എൻ്റെ ഫീൽഡാണ്, എനിക്കത് മതി എന്നൊരു ഓക്കെ ആയിരുന്നു. അത് കുറച്ച് ലേറ്റ് ആ ഒരു കിട്ടുന്നവരെ ചിലപ്പോൾ കുറച്ച് സ്ട്രഗിളിങ് ഒക്കെ ആയിരിക്കും, എന്തുകൊണ്ട് കിട്ടാത്ത അങ്ങനെയൊക്കെ ഒരു ഇത് വരും. പക്ഷേ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് കിട്ടുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തായാലും നമുക്കത് കിട്ടും, ഉറപ്പാണ്. കാരണം ഞാൻ ആ ഒരു എൻ്റെ ഫീൽഡ് മാത്രമേ ഞാൻ നോക്കിയിട്ടുണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആദ്യം വേറെ കുറേ ഫീൽഡ് വന്നപ്പോൾ പോലും ഞാൻ അതിൽ ട്രൈ ചെയ്തിട്ടില്ല. കാരണം ഞാൻ അപ്പം തന്നെ അവരോട് പറയും, ഞാൻ ജോലി ചെയ്തതും ഞാൻ പഠിച്ചതും ഒക്കെ ഈ ഒരു ഫീൽഡാണ്. പിന്നെ ഞാൻ വേറൊന്ന് മാറ്റിയെടുക്കുമ്പോൾ നമ്മൾ പോകുന്നൊരു വേ ഉണ്ട്, അത് ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. കാരണം മറ്റേ നമുക്ക് പഠിക്കാൻ പറ്റും, പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടി നമ്മൾ കംഫർട്ടബിൾ ആവുന്നത് നമ്മൾ സ്വന്തം പഠിച്ച കാര്യങ്ങളൊക്കെ ജോബാണ്. പിന്നെ ചില ആൾക്കാർ പറഞ്ഞു നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റില്ല, നമുക്ക് പറയുന്ന പോലെ കുറച്ചും കൂടെ എളുപ്പമല്ല. കാരണം ഞാനിപ്പം ചെയ്യുന്ന ടച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡൗൺ ആയിരിക്കും. എന്താ പറയുക, നമ്മളിപ്പം ഈ അക്കൗണ്ട്സ് ഫീൽഡ് വിട്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്, നമ്മൾ വേറൊരു ഫീൽഡ് പോയി, അപ്പോൾ അത് പഠിച്ചെടുക്കുമ്പോഴേക്കും നമ്മൾ ഈ ഒരു അക്കൗണ്ട്സ് ഫീൽഡ് തന്നെ പല കാര്യങ്ങളും ചേഞ്ചസ് ആയിട്ട് വരും. ഓരോ കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും ചേഞ്ചസ് ആയി, പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പറ്റും. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഓർക്കാറുണ്ടാവില്ല. കാരണം ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡ് ഓൾറെഡി നമ്മൾ ഈ ഒരു ജോബായിട്ട് കണക്റ്റഡ് ആയി. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും നമ്മൾക്ക് മാക്സിമം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതും പഠിക്കുന്നതും ആ ഒരു ജോബായിരിക്കും. നമുക്ക് പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ എന്താക്കും, ടോട്ടലി അത് എന്താ പറയുക ശ്രദ്ധിക്കില്ല. നമുക്ക് ആ ഒരു ജോബ് ഇനി നമുക്ക് ലൈഫിൽ ഉണ്ടാവണം നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത കാര്യമായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ അക്കൗണ്ട്സ് വിട്ടിട്ട് വേറെ ജോബിന് പോവുകയാണെങ്കിൽ പോലും ഞാൻ ആ ജോബ് മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുക. അക്കൗണ്ട്സ് എന്ന ജോബ് ഞാൻ ഫോക്കസ്, കാരണം നമ്മൾ UAE നിൽക്കുന്നവരാണെങ്കിൽ പോലും നല്ലൊരു ജോബ് ഉണ്ടെങ്കിലൊക്കെയാണ് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ജോബാണ് ചെയ്യുന്നത് അതായിരിക്കും ഫോക്കസ് ചെയ്യുക. അപ്പം ഞാൻ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ജോബ് എന്താണോ അത് നിങ്ങൾ ചെയ്യുക. അതെ, ഇപ്പോൾ പഠിച്ച ഫീൽഡ് തന്നെ അല്ലാതെ വേറെ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫീൽഡ് ഞാൻ പഠിച്ചു, വേറൊരു ഫീൽഡ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ ഇഷ്ടമുള്ള എന്താണോ അത് ചെയ്യുക, ഇഷ്ടമുള്ള എന്താണോ അത് ട്രൈ ചെയ്യുക. കാരണം ഫ്യൂച്ചർ ആകുമ്പം നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളാന്ന് പറയുന്നത്, ഇപ്പം ഞാനിവിടെ 5 വർഷമായി വർക്ക് ചെയ്യുന്നത്. ഈ 5 വർഷമായ പോലും ഞാൻ ജോബ് നോക്കിയത് ഈ ഒരു അക്കൗണ്ട്സ് ഫീൽഡ് തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ വേറൊരു ഫീൽഡ് എടുത്തു, അതിലൊരു 2-3 വർഷം നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പിന്നീട് അക്കൗണ്ട്സിലോട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്ത് ജോബിൽ വരികയാണെങ്കിൽ അവിടെ നമ്മളൊരു ജൂനിയർ ലെവലേ ഉണ്ടാവുള്ളൂ. UAE എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ നമുക്ക് ഒരു ജൂനിയർ ലെവലായിരിക്കും സാലറി കിട്ടുന്നത്, ജൂനിയർ ലെവലായിരിക്കും നമ്മുടെ പൊസിഷൻ വരുന്നത്. നമ്മളിപ്പം ഞാനിവിടെ ഒരു 10 വർഷം നിന്നു, ഒരു 5-8 വർഷം വേറൊരു ഫീൽഡാണ്. ഇപ്പം ഈ ഒരു എനിക്കിഷ്ടമുള്ളൊരു ഫീൽഡ് ഞാനിപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ എനിക്ക് ജൂനിയർ ലെവലുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അത് 8 വർഷവും ഞാനിവിടെ നിന്ന് എനിക്ക് 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നല്ല പറയാം. നമ്മൾ ഏത് വർക്കാണോ നമ്മൾ ചെയ്യുന്നത് അതിൽ 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതാണ് അധികം പേര് നോക്കാറ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ മാക്സിമം ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഏത് ഫീൽഡാണ് ഇഷ്ടം അത് ചൂസ് ചെയ്യാം. ഓക്കെ, ഞാനിനി എന്തെങ്കിലുമൊക്കെ എനിക്ക് അറിയുന്ന കാര്യങ്ങളായിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ ബൈ ഗൈസ്.